അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം സൂറത്തുൽ ബയ്യിനയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ ബയ്യിനയിലെ 5 ആയത്തുകളുടെ ആശയങ്ങൾ നാം പഠിച്ചു. അതിൽ 5-ാമത്തെ ആയത്തിൽ കുറച്ചുകൂടി വിശദീകരണം ആവശ്യമുണ്ട്. 5-ാമത്തെ ആയത്താണ് ഈ സൂറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ. അള്ളാഹുവിന് എങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യൻ സ്വന്തം ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്, അല്ലേ? അതിൻ്റെ ആദ്യ ഭാഗം നാം മനസ്സിലാക്കിയല്ലോ. എങ്ങനെയായിരിക്കണം? അനുസരണം അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട്, അവനിലേക്ക് മാത്രം ജീവിതത്തെ തിരിച്ചു വെച്ചുകൊണ്ട് അവന് ഇബാദത്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഏത് കാര്യത്തിലും ആ ഒരു മനസ്സുണ്ടല്ലോ. ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണ്, അപ്പോൾ കൈ കഴുകണ്ടേ? കൈ കഴുകണം. വലത് കൈ കൊണ്ട് എടുക്കണം, കുറേശ്ശെയായിട്ട് കഴിക്കണം, അല്ലേ? കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ചൊല്ലണം. എന്ത് കഴിക്കണം കഴിക്കരുത്, അതൊക്കെയും അതിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ എല്ലാ വിശദാംശങ്ങളിലും നമുക്കത് കാണാൻ പറ്റും. അതൊക്കെയാണ് ആ നിലയ്ക്ക് അള്ളാഹുവിന് നമ്മെ സമർപ്പിക്കുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശം. അങ്ങനെ ഹുനഫ, ഹനീഫ് ആയിട്ട് അള്ളാഹുവെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ജീവിക്കണം. അതിന് പ്രാക്ടിക്കൽ സൈഡായിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? വയുഖീമു സ്വലാത്ത വയുഉത്തു സക്ക, നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്നവരാകണം എന്നതാണ് പിന്നത്തെ കൽപ്പന. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സ്വലാത്തും സക്കാത്തും ചേർത്ത് പറഞ്ഞത് കാണാം. ഇസ്ലാം കാര്യങ്ങളിൽ ആണല്ലോ ഇവ രണ്ടും എണ്ണപ്പെടുന്നത്, അല്ലേ? ഇസ്ലാം കാര്യം അതൊക്കെയായിരുന്നു: ഷഹാദത്ത്, പിന്നെ സ്വലാത്ത്, സക്കാത്ത്, സൗമ്, ഹജ്ജ്, അല്ലേ? അപ്പോൾ അതിൽ 2ഉം 3ഉം കാര്യങ്ങളാണ് സ്വലാത്തും സക്കാത്തും. സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വയുഖീമുസ്സലാ, നമസ്കാരം നിലനിർത്തുന്നവർ എന്നാണ് പറഞ്ഞത്, നമസ്കരിക്കുന്നവർ എന്നല്ല. എന്താ അതിൻ്റെ ഡിഫറൻസ്? നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന നമസ്കാരം നിസ്കരിക്കുന്നു എന്നാകാം, അല്ലേ? ഇതൊരു സിസ്റ്റമാണെന്നുള്ളതാണ്. ബാങ്ക് വേണം, ഇഖാമത്ത് വേണം, പള്ളിയിലാണെങ്കിൽ അവിടെ ജമാഅത്ത് നിസ്കാരത്തിനുള്ള സംവിധാനം വേണം, അല്ലേ? അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സെറ്റപ്പും ഒരുക്കണം. അതൊക്കെയും ഇഖാമത്തു സ്വലാ, നമസ്കാരം നിലനിർത്തൽ എന്നാണ് ഇതിന് പറയാം. നമസ്കരിച്ചതുകൊണ്ട് എന്താ കാര്യം? ഇങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട്, അല്ലേ? ഞാൻ ഇങ്ങനെ കുറച്ചു നേരം നിന്നു, പിന്നെ കുനിഞ്ഞു, പിന്നെ കുമ്പിട്ടു, പിന്നെയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു, എന്താ ഗുണം? അതൊരു എക്സസൈസ് ആണോ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു പോകാറില്ലേ? ശരിക്കും എന്താണ് ഇത്? നമ്മുടെ ലൈഫ് മൊത്തം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സവിശേഷമായൊരു വഴിയാണ്, അല്ലേ? നമസ്കാരത്തിൽ നിന്നെല്ലാം തുടങ്ങേണ്ട എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തെ സിസ്റ്റമാറ്റിക് ആവാൻ, അതുപോലെ അള്ളാഹുവിലേക്ക് മാത്രം മനസ്സിനെ ചേർത്ത് പിടിക്കാൻ, ഏത് തിരക്കിൽ നിന്നും, പരീക്ഷ ആയാലും ഇനി ക്ലാസ് ആയാലും ഏത് തിരക്കിൽ നിസ്കരിക്കണം എന്നുള്ള വല്ലാത്തൊരു മനസ്സ്, ഇങ്ങനെ അള്ളാഹുവിലേക്ക് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓടി അടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ സംഭവിക്കുന്നത്, അല്ലേ? അപ്പോൾ യുഖീമു സ്വലാ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക. ഒരു വ്യക്തി നിസ്കരിക്കുക എന്ന് മാത്രമല്ല, അയാളുടെ കുടുംബം നിസ്കരിക്കണം, അതുപോലെ ആ നാട്ടിലുള്ളവർക്ക് നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ അത് മുഖേന നമുക്ക് കിട്ടുന്ന ഒരു വെളിച്ചമുണ്ട്. അത് നമ്മെ കൂടുതൽ നന്മയിലേക്ക് മുന്നോട്ട് പോകും. നിസ്കരിക്കുന്ന ഫ്രണ്ട്സും നിസ്കരിക്കാത്ത ഫ്രണ്ട്സും തമ്മിൽ ഒരു വ്യത്യാസം കാണാറില്ലേ? അവരുടെ ലൈഫിൽ നല്ല അച്ചടക്കവും എല്ലാ കാര്യത്തിലും ഒരു ഡിസിപ്ലിനൊക്കെ ഉണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ പലപ്പോഴും അത് ഇല്ലാതെയായി പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നല്ല ഒരു സൊസൈറ്റിയെ രൂപപ്പെടുത്തിയെടുക്കുക എന്നൊക്കെ നിസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതാണ് ഇഖാമത്തു സ്വലാ. നിസ്കരിക്കുക എന്നുള്ളത് മാത്രമല്ല, നിസ്കരിച്ച് നല്ല മനുഷ്യനാവുക, നല്ല സമൂഹത്തെ, നല്ല നാടിനെ രൂപപ്പെടുത്തുക എന്നതൊക്കെ അതിൽ പെടും. വയുഖീമു സ്വലാ വയുഉത്തു സക്കാ, സക്കാത്ത് നൽകുക. എന്താ സക്കാത്ത്? ആ വാക്കിൻ്റെ അർത്ഥം ശുദ്ധീകരണം, വളർച്ച എന്നൊക്കെയാണ്. നമുക്കറിയാം, സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സമ്പത്ത് നിശ്ചിത അളവിലേക്ക് അത് വളരുമ്പോൾ അതിൻ്റെ നിശ്ചിത ശതമാനം അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കലാണ് സക്കാത്ത്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ കണക്ക് പറയുമ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ 10.5 പവൻ സ്വർണത്തിന് തുല്യമായ ക്യാഷ് ഒരാളുടെ കയ്യിലുണ്ട്. അതൊരു 13 ലക്ഷമൊക്കെ വരും ഇന്നത്തെ അവസ്ഥയിൽ.
അത്രയും ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ 2.5% സക്കാത്തായിട്ട് നൽകണം. എന്ന് പറയുമ്പോൾ ഒരു 30,000-ലേറെ രൂപ വരും അല്ലേ? ഇങ്ങനെ നൽകണം. അപ്പോൾ ഒരു കോടി രൂപ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾ എത്ര കൊടുക്കേണ്ടി വരും? അയാൾ വലിയൊരു സംഖ്യ കൊടുക്കണം. 2.5 ലക്ഷം രൂപ അയാൾ ആ നിലയ്ക്ക് ചിലവഴിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന അങ്ങനെ കൊടുത്താൽ തീർന്നു പോവില്ലേ? ഞാൻ ഉണ്ടാക്കിയതല്ലേ, എൻ്റെതല്ലേ, ഞാൻ ഇതിന് കൊടുക്കണം? അങ്ങനെയല്ല, അള്ളാഹു തന്നതാണ്. അള്ളാഹു നൽകിയ കഴിവ് കൊണ്ടാണ് നമുക്ക് നേടാൻ പറ്റിയത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ നമ്മുടെ ചുറ്റിലുള്ള പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യന്മാർക്ക് അതിൻ്റെ അവകാശം കൊടുക്കണം. ഖുർആൻ അതിൻ്റെ 8 അവകാശികളുടെ ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സൂറത്ത് തൗബ 60-ാമത്തെ ആയത്ത് പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതാണ്, അത് വലിയ ഒരു കാഴ്ചപ്പാടാണത്. സമ്പത്ത് എൻ്റേതല്ല, അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹു എൻ്റെ കയ്യിൽ തൽക്കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. അത് അള്ളാഹു പറയുന്നവർക്ക് ഞാൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷില്ലേ, ആ ക്യാഷ് നമ്മൾ ചെക്ക് എഴുതി കൊടുത്താൽ, ആരുടെ കയ്യിലാണോ ചെക്ക് കൊടുത്താൽ അയാൾക്ക് ബാങ്ക് കൊടുക്കണം. അത് നിയമപരമായ കാര്യമാണ്. കൊടുത്തില്ലെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാം എന്ന് പറഞ്ഞ പോലെ അള്ളാഹു നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്താണ്. എന്നിട്ട് നമ്മോട് പറയുകയാണ്, നീ അവർക്ക് കൊടുക്കുക, ഇയാൾക്ക് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറയുന്നു. അപ്പോൾ സ്വലാത്തും സക്കാത്തും കണക്റ്റഡ് ആണ് അല്ലേ? സ്വലാത്ത് എന്നത് നമ്മൾ ശരിക്കും അള്ളാഹുമായിട്ട് അടുക്കാനുള്ള വഴിയായിട്ടാണ് കാണുന്നത്. സക്കാത്തോ മനുഷ്യരോടുള്ള അവകാശങ്ങൾ നൽകാൻ വേണ്ടിയാണ്. പക്ഷേ രണ്ടിനും പ്രതിഫലം നൽകുന്നത് അള്ളാഹുവാണ്. അപ്പോൾ ശരിക്കും ഒരു സൊസൈറ്റിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെങ്കിൽ നല്ല മനുഷ്യരുണ്ടാവണം. അതേപോലെ തന്നെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ പരിഹരിക്കപ്പെടണം അല്ലേ? അപ്പോഴാണല്ലോ മനുഷ്യർക്ക് നല്ല ജീവിതം സാധ്യമാവുക. അപ്പോൾ ഉള്ളവർ ഇല്ലാത്തവരെ സഹായിക്കണം. അത് എന്തെങ്കിലുമൊക്കെ ഒരു 10 രൂപ 20 രൂപ ഒക്കെ നോമ്പിന് കൊടുക്കൂലേ, അങ്ങനെ കൊടുക്കുന്ന ഒരു ദാനമല്ല ഉദ്ദേശിക്കുന്നത്. ഒരാളുടെ പ്രശ്നം പരിഹരിക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് നമ്മുടെ സ്കൂളിൽ ഫീ അടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് സക്കാത്ത് ഫണ്ട് ഉപയോഗിച്ചിട്ട് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി കൊടുക്കാം, സ്കോളർഷിപ്പ് കൊടുക്കാം, ഉന്നത പഠനത്തിനൊക്കെ പോകുന്നവർക്ക് വേണ്ടി, രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, വീടില്ലാത്തവർക്ക് വീട്, ഇങ്ങനെയൊക്കെ ഒരു സമൂഹത്തെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ് സക്കാത്ത്. നന്നായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതെങ്ങനെയാണ് നമ്മുടെ എക്കണോമിയെ സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. ആ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. വയുത്തു സക്കാത്ത് നൽകണം എന്നതാണ് പിന്നെ പറഞ്ഞത് അല്ലേ? വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് നേരായ ദീന്. അവിടെ എന്തായിരിക്കും ദീന്? ദീൻ എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈലാണ്, ജീവിത വ്യവസ്ഥ എന്ന് നമുക്കതിന് പറയാം, കോഡ് ഓഫ് ലൈഫ് എന്ന് പറയാം. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതക്രമം രൂപപ്പെടുത്തിയെടുക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇനി അടുത്ത ആയത്ത് എന്താണ്? നേരത്തെ പറഞ്ഞല്ലോ, സത്യനിഷേധികളായ ബഹുദൈവവാദികളായ ആൾക്കാർ പ്രവാചകനെ അംഗീകരിക്കാതെ വഴിമാറിപ്പോയില്ലേ, അവരുടെ പരലോക അവസ്ഥ എന്തായിരിക്കും എന്നാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറയാൻ പോകുന്നത്. ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. അല്ലാഹു ഈ വിഭാഗത്തെക്കുറിച്ച് പറയാം, അവരുടെ പരലോകത്തെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച്. ഇന്ന നിശ്ചയം, അല്ലദീന കഫറു സത്യനിഷേധികൾ, മിൻ അഹ്ലിൽ കിതാബ് വേദക്കാരായ, വൽ മുശ്രിക്കീന ബഹുദൈവാരാധകരുമായ സത്യനിഷേധികൾ, ഫീ നാരി ജഹന്നം, ഫീ ഇൽ ആകുന്നു, നാർ നരകം, തീ എന്നർത്ഥമുണ്ട്, നരകം എന്നർത്ഥമുണ്ട്, ജഹന്നം നരകം, പര്യായമായിട്ട് നരകം എന്നർത്ഥം നാറിനും ഉപയോഗിക്കുന്നു. ഫീ നാരി ജഹന്നം, നരകത്തീയിലാകുന്നു അവർ എന്നാണ്. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നം, വേദക്കാരിലും ബഹുദൈവവാദികളിലും പെട്ട സത്യനിഷേധികൾ നരകത്തിലാകുന്നു. ഖാലിദീന ഫീഹ, ഖാലിദ് ശാശ്വതൻ എന്നാണ് അർത്ഥം. ഖാലിദീൻ അവർ ശാശ്വതരാണ്, ഫീഹ അതിൽ, ആ നരകത്തിൽ ശാശ്വതരാണ്. ഉലൈക അവർ, ഹും അവർ തന്നെയാണ്, ഷർ മോശമായവർ, അൽ ബരിയ സൃഷ്ടികളിൽ ഏറ്റവും മോശമായവരാണ് അവർ. അള്ളാഹു അവരെക്കുറിച്ച് വെളിപ്പെടുത്താൻ
ഇതാണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത്. ഈ ലോകത്ത് വെച്ച് പ്രവാചകനെ അംഗീകരിക്കാതെ, വേദത്തെ ഉൾക്കൊള്ളാതെ അവരവർക്ക് തോന്നുന്ന പോലെയൊക്കെ ജീവിച്ചാൽ അവസാനം പരലോകത്തെത്തുമ്പോൾ ഇതായിരിക്കും അവസ്ഥ. ഫീ നാരി ജഹന്നം, നരകത്തീയിലായിരിക്കും അവർ. നാറ് നേരത്തെ നമ്മൾ ഒരുപാട് പഠിച്ചു അല്ലേ? നാർ ദാത്ത ലഹബ്, സയസ്ല നാറൻ ദാത്ത ലഹബ് പഠിച്ചാണ്. അതുപോലെ നരകം എന്നതിന് ജഹീമ് പഠിച്ചിട്ടുണ്ട്, ഹുത്തമ പഠിച്ചിട്ടുണ്ട്, ഹാവിയ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ ജഹന്നം എന്ന വാക്ക് പഠിക്കുകയാണ്. എല്ലാം കത്തിയാളുന്ന കൊടും ചൂടുള്ള നരകാഗ്നി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഖാലിദീന ഫീഹ, അവരവിടെ ശാശ്വതരാണ് എന്ന് പറഞ്ഞാൽ എന്നെന്നും നരകത്തിൽ കഴിയേണ്ട അവസ്ഥയിലായിരിക്കും അവർ. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? അള്ളാഹു നിശ്ചയിച്ച കാലം അത്രയും, അള്ളാഹു നീതിമാനല്ലേ, ഒരാൾ അർഹിക്കുന്ന ശിക്ഷ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാലോ അയാളെ സ്വാഭാവികമായിട്ടും അള്ളാഹു മോചിപ്പിക്കും എന്ന് മനസ്സിലാക്കണം. എന്നാൽ ആ കാലം അത്രയും അവരതിൽ ശാശ്വതരാണ് എന്നാണ്. എന്നിട്ട് ഒടുവിൽ പറയാണ് ഉലായിക്കഹും ഷർറുൽ ബരിയ, അവരാണ് സൃഷ്ടികളിൽ തന്നെ ഏറ്റവും ദുഷിച്ച ആൾക്കാർ. മനുഷ്യരിൽ എന്നല്ല അല്ലേ, സൃഷ്ടികളിൽ എന്ന് പറയുമ്പോൾ പലതരം ജന്തുക്കളും മൃഗങ്ങളും പക്ഷികളും അങ്ങനെ പലതും ഇല്ലേ, പല ജീവികളുണ്ട്. ആ സകല ജീവികളിലും മോശപ്പെട്ടത് അവരാണ്. ഖുർആൻ വേറെടുത്ത് പറയുന്നുണ്ട്, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷെ കാണേണ്ടത് കാണൂല, കാതുകളുണ്ട് കേൾക്കേണ്ടത് കേൾക്കൂല, അതുപോലെ അവർക്ക് ബുദ്ധിയുണ്ട് പക്ഷെ ചിന്തിക്കേണ്ടത് ചിന്തിക്കൂല. വേറെ എന്തൊക്കെയോ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവരിതൊക്കെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് പറയാണ് ഉലായിക കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാണ്. ബൽഹും അളല്ല, അല്ല അതിനേക്കാളും പിഴച്ചവരാണ്. അപ്പോൾ ശരിക്കും മനുഷ്യനുണ്ടല്ലോ ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം അല്ലേ, അപ്പോഴാണ് അവൻ മനുഷ്യനാകുന്നത്. അല്ലെ നമ്മൾ പറയില്ലേ മൃഗീയം, മൃഗത്തെപ്പോലും നാണിപ്പിക്കുന്നത് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നല്ല ചിന്തയും നല്ല പ്രവൃത്തിയും ഇല്ലാതിരിക്കുമ്പോൾ മനുഷ്യൻ അങ്ങനെ അധപ്പതിച്ച് വളരെ മോശപ്പെട്ടവനായിട്ട് മാറും. ആ അവസ്ഥയെക്കുറിച്ചാണ് ഉലായിക്കഹും ഷർറുൽ ബരിയ, അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവർ എന്ന് അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസം ക്ലിയർ ആവണം, അതേപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികൾ ഏറ്റവും നല്ലതാവണം അല്ലേ. ഈ വേദക്കാരും അതേപോലെ തന്നെ ബഹുദൈവവാദികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് സംഭവിച്ചു പോയ അബദ്ധത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് അവരെ കുറ്റപ്പെടുത്തല്ല. അവർക്ക് അള്ളാഹു നൽകിയ ബുദ്ധിയും കഴിവൊന്നും ഉപയോഗിക്കാതെ അവർക്ക് തോന്നും പോലെ ജീവിച്ചപ്പോഴാണ് അവർ തെറ്റായ വഴിയിൽ ചെന്നുപെടുന്നത്. അവർക്ക് യഥാർത്ഥ വേദക്കാരാകാം, അവസാനം അവതരിച്ച ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ എന്ന് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും നരകത്തിൻ്റെ വഴിയിൽ നിന്ന് രക്ഷപ്പെടുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.